ഇലക്ട്രോ ഐ.ടി.ഐയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ക്വാളിറ്റി കോൺഷ്യസ്നസ് എന്ന ടോപ്പിക്കാണ്. ക്വാളിറ്റി കോൺഷ്യസ്നസ്. നോക്കാം നമുക്ക്. എന്താണ് ക്വാളിറ്റി കോൺഷ്യസ്നസ് എന്ന ടോപ്പിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമുക്കറിയാം, ആഗോളവൽക്കരണം അനവധി മാറ്റങ്ങളാണ് ഗുണനിലവാരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പല ഫേമുകളും പല സ്ഥാപനങ്ങളും ശക്തമായ ഒരു കീട മത്സരം തന്നെ ഈ രംഗത്ത് കൊണ്ടുവരുന്നുണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. അങ്ങനെ ശക്തമായ മത്സരത്തിന്റെ ഫലമായി കമ്പനികൾ ഗുണനിലവാരത്തിന് അർഹിക്കുന്ന പ്രാധാന്യം തന്നെ നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു സ്ഥാപനം ISO 9000 അംഗീകാരം കിട്ടിയ സ്ഥാപനമാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നല്ല സ്ഥാപനത്തിന്, ഏറ്റവും ക്വാളിറ്റി ഉള്ള സ്ഥാപനത്തിന് നൽകുന്ന അംഗീകാരമാണ് അത്. എന്നാൽ ഒരു സ്ഥാപനം ISO 9000 എന്ന അംഗീകാരം അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ ലഭിച്ചെന്ന് കരുതി ആ സ്ഥാപനം TQM, അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ലക്ഷ്യം കൈവരിച്ചു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ആയതിനാൽ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റില് T എന്തിനെ സൂചിപ്പിക്കുന്നു, Q എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഗ്ലോബൽ കോമ്പറ്റീഷൻ ഹാസ് കോസ്ഡ് മെനി ചേഞ്ചസ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി. ഇപ്പൊ ക്വാളിറ്റി കൺസെപ്റ്റ് മേഖലയിൽ ഒരുപാട് കോമ്പറ്റീഷൻ, വളരെ കീട മത്സരങ്ങൾ നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഒരു പരസ്യം പേപ്പർ നിവർത്തി കഴിഞ്ഞാൽ ഒരുപാട് പരസ്യങ്ങൾ, ഒരുപാട് പ്രോഡക്റ്റുകൾ, ഒരുപാട് കമ്പനികളുടെ പരസ്യങ്ങൾ, അതുപോലെ തന്നെ TV തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന അതുപോലെ തന്നെ പരസ്യങ്ങളുടെ ഒരു നിരയാണ്. അപ്പൊ ഓരോ ഫേമുകളും അവരുടെ പ്രോഡക്റ്റ് നല്ലതാണ് എന്നുള്ള ഒരു കീട മത്സരം ഉള്ളാലെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതല്ലെങ്കിൽ അടുത്ത ഒരു ഫേം ആ മുൻപന്തിയിൽ എത്തും എന്നുള്ള ഒരു പേടി എല്ലാ ഫേമുകൾക്കും തന്നെ ഉണ്ട്. ഗ്ലോബൽ കോമ്പറ്റീഷൻ ഹാസ് കോസ്ഡ് മെനി ചേഞ്ചസ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നോക്കൂ, ക്വാളിറ്റി ഹാസ് ഡിഫൈൻഡ് ബൈ ദ കസ്റ്റമർ ഓർ ഡിസൈനർ ഓർ ഇൻസ്പെക്ടർ. സാധാരണ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യണത്, ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യണത്, എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്നുകിൽ അത് വിലയിരുത്തുന്നത് ഒരു കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ ആയിരിക്കാം. പല മേഖലകളിലും പല സ്ഥാപനങ്ങളും ഒരു പ്രൊഡക്ഷൻ മേഖല മാത്രമല്ലല്ലോ, പല മേഖലകളിലും പല രീതിയിലാണ്. അപ്പൊ പ്രൊഡക്ഷൻ മേഖല ആണെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്നത് ഒരു കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ മേഖലയാണെങ്കിൽ ഒരു ഡിസൈനർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ മേഖലയൊക്കെ ആണെങ്കിൽ ഒരു ഇൻസ്പെക്ടർ ആയിരിക്കാം അവിടുത്തെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതാ പറയണത്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ കമ്പനി റിസീവ്ഡ് ആൻ ISO 9000 സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒരു ഫേം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് വ്യക്തമാകുന്നതിന് ISO 9000 സർട്ടിഫിക്കേഷൻ കിട്ടിയെന്ന് കരുതി അതുകൊണ്ട് മാത്രം ആയില്ല. അല്ലെങ്കിൽ ഒരു ഫേമിന് ISO 9000 സർട്ടിഫിക്കേഷൻ കമ്പനിയാണ് എന്ന് പറയുന്നത് കൊണ്ട് അവിടെ നല്ല ക്വാളിറ്റി ഉള്ള സ്ഥാപനമാണെന്ന് മാത്രം നമ്മൾ വിശ്വസിക്കരുത്. അതുകൊണ്ട് മാത്രം നമ്മൾ ഒരു എയിമിലേക്ക്, ക്വാളിറ്റി നേടി എന്നുള്ള ഒരു എയിമിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോട്ടൽ ആൻഡ് ക്വാളിറ്റി. എന്താണ് ടോട്ടൽ, എന്താണ് ക്വാളിറ്റി? Total Quality Management, TQM expansion, Total Quality Management, which is an effective tool for ensuring continuous customer satisfaction. അപ്പോ ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫേമിന്റെ എല്ലാ മേഖലയിലുമുള്ള ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ എല്ലാ മേഖലയിലുമുള്ള ഒരു ഉയർച്ചയാണ്, അല്ലെങ്കിൽ ക്വാളിറ്റി ഉയർച്ചയിലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫേമിന്റെ എല്ലാ മേഖലയിലുമുള്ള ഉയർച്ചയാണ്.
which is an effective tool for ensuring continuous customer satisfaction. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വിൽ ലീഡ് ടു അറ്റൈൻമെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗ്രോത്ത്. അപ്പോൾ എപ്പോഴും ഒരു പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം ഒരു ഉപഭോക്താവ് അത് ഉപയോഗിക്കുന്ന ആള് തന്നെയാണ് പറയേണ്ടത്. കസ്റ്റമർ സാറ്റിസ്ഫൈ, ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന ഉപഭോക്താവ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ ക്വാളിറ്റീസും ആ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. അതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. It is a systematic way of guaranteeing that organized activities happen the way they have planned. അപ്പോ ക്വാളിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഡേ ടു ഡേ ക്വാളിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഏതെല്ലാം മാർഗങ്ങൾ അവലംബിക്കാം, ഇതെല്ലാം ഒരു ഫേം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവരത് നിലനിർത്തിയിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തു പോകണം. For total quality management അല്ലെങ്കിൽ TQM values in an organization is a means pushing the total organization to higher standards. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് TQM പ്രാബല്യത്തിലാക്കിയാൽ, അതായത് ടോട്ടൽ എല്ലാ മേഖലയിലുമുള്ള ഉയർച്ചയും ക്വാളിറ്റി ഒരു കസ്റ്റമറുടെ, ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഉപഭോക്താവിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു എല്ലാ രീതിയിലും അതിന്റെ ഏതൊക്കെ തരത്തിലാണ്, ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ ഈടുണ്ടായിരിക്കണം, വിശ്വസ്തത, ആകൃതി, സുരക്ഷിതത്വം, എല്ലാം തന്നെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവയെല്ലാം ഒരു പ്രോഡക്റ്റിന് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് പറയാം. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേമിന്റെ എല്ലാ തലത്തിലുമുള്ള ഉയർച്ചയാണ്. അപ്പൊ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ സ്ഥാപനം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് കൈവരിച്ചു എന്ന് പറയാം. TQM values in an organization is a means pushing the total organization to higher standards. അങ്ങനെ ഒരു സ്ഥാപനത്തെ ഹയർ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്നതിന് ക്വാളിറ്റി മാനേജ്മെന്റ് TQM എന്നത് ഒരു മെഷർമെന്റ് ആയി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഗ്രോത്തിനുള്ള ഒരു പ്രധാന ടൂളായി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നോക്കൂ, ടോട്ടൽ മീൻസ് ഡെവലപ്മെന്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ സാറ്റിസ്ഫൈയിങ് ദ കസ്റ്റമർ. ടോട്ടൽ കൊണ്ട് മീൻ ചെയ്യുന്നത് ദ ഡെവലപ്മെന്റ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെ എല്ലാ തലത്തിലുമുള്ള, അല്ലെങ്കിൽ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള ഉയർച്ചയാണ് ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. This can be done easily if the customer supplier relationship based on mutual trust and respect. ഇത് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ഒരു കസ്റ്റമറും അതുപോലെ തന്നെ സപ്ലയറും പരസ്പരമുള്ള റിലേഷൻഷിപ്പ് മ്യൂച്വൽ ട്രസ്റ്റിന്റെ അടിസ്ഥാനം, നല്ല വിശ്വസനീയമായിരിക്കണം, നല്ല വിശ്വസ്തയോട് കൂടിയുള്ള ഒരു നല്ല മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം സപ്ലയറും കസ്റ്റമറും തമ്മിലുണ്ടായിരിക്കേണ്ടത്. Then another important factor is that the customer's needs should well understood by the supplier. മറ്റൊരു ഫാക്ടർ, പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ നീഡ്സ്, ആവശ്യങ്ങൾ ഷുഡ് വെൽ അണ്ടർസ്റ്റുഡ് ബൈ ദ സപ്ലയർ. ഒരു കസ്റ്റമർക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്താണോ ഈ പ്രോഡക്റ്റിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അത് നിശ്ചയമായും ഒരു സപ്ലയർ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ മെയിൻ ഫാക്ടർ ഓഫ് ക്വാളിറ്റി കൺസെപ്റ്റ്. നോക്കൂ, ടോട്ടൽ മീൻസ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ സാറ്റിസ്ഫൈയിങ് ദ കസ്റ്റമർ. ടോട്ടൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ എല്ലാ തലത്തിലുമുള്ള ഉയർച്ചയാണ്, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി വളർച്ചയാണ്. This can be done easily if the customer-supplier relationship based on. ഇത് സാധ്യമാകുന്നത് കസ്റ്റമറും സപ്ലയറും പരസ്പരം റിലേഷൻഷിപ്പ് മ്യൂച്വൽ സ്മൂത്തിലായിരിക്കണം, വിശ്വസനീയമായിരിക്കണം. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് കസ്റ്റമറുടെ എന്താണ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് അതെപ്പോഴും ഒരു സപ്ലയർക്ക് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചാണ് ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. നോക്കൂ, ക്വാളിറ്റി കൺസെപ്റ്റ്സ്. Quality concepts have been evolved by many quality experts. അപ്പോ ഒരു പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ
ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി എക്സ്പേർട്സ് ഉണ്ട്, ഒരുപാട് ക്വാളിറ്റി എക്സ്പേർട്സ് ഉണ്ട്. ഏത് സ്ഥാപനമാണ് നല്ല ക്വാളിറ്റി ഉള്ളത്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കി അത് വ്യക്തമായി മെഷർ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്, ക്വാളിറ്റി എക്സ്പേർട്സ് ഉണ്ട്. അതിൽ പ്രമുഖരായ ചിലരാണ് സം ഓഫ് ദം ആർ ഫിലിപ്പ് കോസ്ബി, ഗെനിച്ചി താഗുച്ചി, ഡോക്ടർ JM ജുറാൻ ആൻഡ് ഡോക്ടർ WE ഡെമിങ്. ഇത്രയും പേരെ ക്വാളിറ്റി എക്സ്പേർട്സ് ആണ്, പ്രമുഖരായ ക്വാളിറ്റി എക്സ്പേർട്സ് ആണ്. ഇവരെ ക്വാളിറ്റി ഗുരുസ് എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഓർത്തു വെക്കുക, ക്വാളിറ്റി ഗുരുസ് ചിലപ്പോ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഇവരിൽ ആരാണ് ക്വാളിറ്റി ഗുരുസ് ഇതിൽ പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആൻസർ കൊടുക്കാം. ഫസ്റ്റ് വൺ ഫിലിപ്പ് കോസ്ബി, ഗെനിച്ചി താഗുച്ചി, ഡോക്ടർ JM ജുറാൻ ആൻഡ് WE ഡെമിങ്. ഇത്രയും പേരെ ക്വാളിറ്റി എക്സ്പേർട്സ് ആണ്, ഇത്രയും പേരെ ക്വാളിറ്റി ഗുരുസ് എന്ന് അറിയപ്പെടുന്നു. Then quality is defined as the basis of customer needs and expectations. Quality is what the customer wants and what he expects. എന്താണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It may be defined as a customer needs and expectations. അപ്പോ ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമറുടെ ആവശ്യങ്ങൾ, കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത്, അയാൾ എന്തൊക്കെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതാണ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഈസ് വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്, എന്താണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത്, ആൻഡ് വാട്ട് ഹി എക്സ്പെക്ട്സ്, എന്താണ് അത് ഒരു കസ്റ്റമർ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് ക്വാളിറ്റീസ്. അപ്പോ അത്രയും കാര്യങ്ങൾ ഒരു പ്രോഡക്റ്റിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ അത്രയും ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത്രയും സ്റ്റാൻഡേർഡൈസിലാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. നോക്കൂ, ക്വാളിറ്റി ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഡക്റ്റ് or service that bear as its ability to satisfy a given need. അപ്പോ ടോട്ടൽ ഫീച്ചേഴ്സ്, ഒരു പ്രോഡക്റ്റിന്റെ ടോട്ടൽ ഫീച്ചേഴ്സ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും ഒരു പ്രോഡക്റ്റിനാണെങ്കിലും ഒരു സ്ഥാപനത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും ഏതൊരു ഫേമിനാണെങ്കിലും. അതുകൊണ്ട് ആ കസ്റ്റമർ അല്ലെങ്കിൽ ആ ഉപഭോക്താവ് പരമാവധി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡൈസ് ആണെന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് ക്വാളിറ്റി? ഒന്ന് പെർഫോമൻസ്, ഫീച്ചേഴ്സ്, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി, സർവീസബിലിറ്റി, അപ്പിയറൻസ്, സേഫ്റ്റി, ടൈം, കമ്പാറ്റബിലിറ്റി. ഇങ്ങനെ ഡയമെൻഷൻസ്, ക്വാളിറ്റി ഡയമെൻഷൻസ് ഒരുപാടുണ്ട്. പെർഫോമൻസ് എന്താണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരിക്കണം, ഏതൊരു സ്ഥാപനമാണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും. അതുപോലെ അതിന് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. കുറച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരു സോപ്പൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കറിയാം നല്ല പതയും നല്ല മണവും വേണം, മാത്രമല്ല അത് കുറച്ച് ഈട് നിൽക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. നോക്കൂ, ക്വാളിറ്റി ടൂൾസ്. ക്വാളിറ്റി അളക്കുന്നതിനുള്ള ബേസിക് ടൂൾസ് ആയിട്ട് 7 ക്വാളിറ്റി ടൂൾസ് എന്നാ പറയുന്നത്. 7 ക്വാളിറ്റി ടൂൾസ്. The 7 basic tools of quality is a designation given to a fixed set of graphical techniques as being most helpful in troubleshooting issues related to quality. അപ്പൊ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ്സിലൂടെ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ വേയിലൂടെ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ടെക്നിക് ഉപയോഗിച്ച് 7 രീതിയിൽ നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്തിൻ്റെതാണെങ്കിലും ക്വാളിറ്റി അളക്കാന്നാണ് പറയുന്നത്. ഇതിനെ ബേസിക് ടൂൾസ് ഓഫ് ക്വാളിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നോക്കൂ ഏതൊക്കെയാണ്? കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം ഓർ ഇഷിക്കാവ ഡയഗ്രാം. കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം ഓർ ഇഷിക്കാവ ഡയഗ്രാം. Then check sheet, then control chart, then histogram, then Pareto chart, then scatter diagram and stratification.
ഇങ്ങനെ 7 ബേസിക് ക്വാളിറ്റി ടൂൾസ് ഉണ്ട്. ക്വാളിറ്റി അളക്കുന്നതിനുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയും വിലയിരുത്തുന്നതിനുള്ള ടൂൾസ് ആണ് ഈ 7 എണ്ണവും. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ട് ചെയ്യുന്ന ഗ്രാഫിക്കൽ ടെക്നിക് ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അതിലൊന്ന് കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ഫേമുകളും ഉപയോഗിക്കുന്ന മെത്തേഡ്. കാഷ്വൽ മെത്തേഡ് ആണ് കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം ഓർ ഇഷിക്കാവ ഡയഗ്രാം. 2 ചെക്ക് ഷീറ്റ്. നമ്മള് ഒരു നിർമ്മാണ രംഗത്ത് തന്നെ നിർമ്മിക്കുന്ന ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന അവിടെ നിന്ന് തന്നെ നമ്മൾ ഷീറ്റിൽ എഴുതി തയ്യാറാക്കുന്ന മെത്തേഡാണ് ചെക്ക് ഷീറ്റ്. ദെൻ കൺട്രോൾ ചാർട്ട്, ഹിസ്റ്റോഗ്രാം. നമുക്കറിയാം ഹിസ്റ്റോഗ്രാം ഒക്കെ നമ്മൾ പഠിച്ചതുണ്ട് 9ൽ 10ലൊക്കെ സ്കൂളിൽ നമ്മൾ ചാർട്ട് വരച്ചിട്ടുണ്ട്, ഹിസ്റ്റോഗ്രാം. ദെൻ പെരറ്റോ ചാർട്ട്, സ്കാറ്റർ ഡയഗ്രാം ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ഇതില് സ്ട്രാറ്റിഫിക്കേഷൻ ദെൻ എങ്ങനെ നമുക്കൊരു സ്ഥിരത, ഈ ക്വാളിറ്റി എങ്ങനെ നിലനിർത്താം, എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യാം എന്നുള്ളതാണ് സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ ഓരോ രീതിയിൽ നമ്മൾ ഗ്രാഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡുകളാണ്. The 7 basic tools stand in contrast to more advanced statistical methods such as survey sampling. എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് നോക്കൂ. സർവേ സാമ്പിളിംഗ്, ആക്സെപ്റ്റൻസ് സാമ്പിളിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഹൈപ്പോത്തസിസ് ടീമിംഗ്, ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്സ്, multivariate analysis and various methods developed in the field of operations research. ഇഷിക്കാവ ഡയഗ്രാം കാഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇഷിക്കാവ ഡയഗ്രാം അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം. ഇഷിക്കാവ ഡയഗ്രാം ഓൾസോ കാൾഡ് ഫിഷ് ബോൺ ഡയഗ്രാം. അപ്പൊ സാധാരണയായിട്ട് ഒരു ഫേം, അധിക ഫേമുകളും ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇഷിക്കാവ ഡയഗ്രാം. അതായത് നമ്മൾ ഗ്രാഫില് സാധാരണ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന മെത്തേഡില് പോയിന്റുകൾ അടയാളപ്പെടുത്തി നമ്മൾ പെൻസിൽ കൊണ്ടോ ഡ്രോ ചെയ്യുന്ന മെത്തേഡാണ് ഇഷിക്കാവ ഡയഗ്രാം. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫിഷ് ബോൺ ഡയഗ്രാം. അതായത് ഇത് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ഫിഷിന്റെ ബോൺ രൂപത്തിലാണ് നമുക്കത് ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുക. ഒരു ഫിഷിന്റെ ബോൺ എങ്ങനെയാണോ ആ രീതിയിലാണ് നമുക്ക് ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് അതിന് ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. വേറൊരു പേര് ഹെറിംഗ് ബോൺ ഡയഗ്രാം എന്നറിയപ്പെടുന്നു, കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ഫിഷിക്കാവ ഡയഗ്രാം എന്നും അറിയപ്പെടുന്നു. ഇതെല്ലാം തന്നെ ഈ ഇഷിക്കാവ ഡയഗ്രത്തിന്റെ പേരുകളാണ്. കാഷ്വൽ ഡയഗ്രാംസ് ക്രിയേറ്റഡ് ബൈ, ഇതാദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ബൈ കൊറു ഇഷിക്കാവ എന്ന ആളാണ്. കൊറു ഇഷിക്കാവ എന്ന ക്വാളിറ്റി എക്സ്പേർട്ട് ആണ്. 1968 ഇഷിക്കാവ ഡയഗ്രാം ഇതിനായിട്ട് ഉപയോഗിച്ചത്. ക്വാളിറ്റി മെഷർമെന്റിന് വേണ്ടി ഉപയോഗിച്ച ഡയഗ്രാം, അതായത് ഇഷിക്കാവ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തത് കൊറു ഇഷിക്കാവ in 1968. Common uses of this type of diagram are product design and quality defect prevention. ഇതിന്റെ പ്രധാന ഉദ്ദേശം അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത്, ഇഷിക്കാവ ഡയഗ്രത്തിന്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ഒന്ന് ഡിസൈൻ ആണ്. പ്രോഡക്റ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, പ്രോഡക്റ്റ് ഡിസൈൻ. പിന്നെ ക്വാളിറ്റി ഡിഫക്ട് പ്രിവെൻഷൻ, ക്വാളിറ്റിയിലുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക. മാക്സിമം ക്വാളിറ്റി ഡിഫക്ട് പ്രിവെൻഷൻ ആണ് ഇഷിക്കാവ ഡയഗ്രാം കൊണ്ട് പ്രധാന യൂസസ്. Then to identify potential factors causing an overall effect. Causes are usually grouped into major categories to identify the sources of variation. അപ്പോൾ ഒരു പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യുകയും അതുപോലെ തന്നെ ക്വാളിറ്റി ഡിഫക്റ്റ്, ക്വാളിറ്റിയിൽ വരാവുന്ന ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേർതിരിക്കുകയുമാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഓവറോൾ ക്വാളിറ്റി ഓക്കെ ആയി എന്നാണ് പറയുന്നത്. ടു ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഫാക്ടേഴ്സ് കാഷിങ് ആൻഡ് ഓവറോൾ എഫക്ട്സ്. നോക്കൂ കാറ്റഗറീസ്. ഇതില് മെയിൻ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് ഏതെല്ലാം ഫാക്ടേഴ്സ് ആണെന്ന് നോക്കാം. ഒന്ന് പീപ്പിൾ, എനിവൺ ഇൻവോൾവ് വിത്ത് ദ പ്രോസസ്. ഈ ഒരു പ്രോസസ്സില് അല്ലെങ്കിൽ ക്വാളിറ്റി പ്രിവെൻഷൻ കൺട്രോൾ അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോസസ്സില് ആരെല്ലാം എന്തെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളതാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പീപ്പിൾ, എനിവൺ ഇൻവോൾവ് വിത്ത് ദ പ്രോസസ്, ആര് തന്നെ ഇതിലേക്ക് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഏതൊരു വ്യക്തിയും ഇതില് പ്രാധാന്യം അർഹിക്കുന്നു. ദെൻ മെത്തേഡ്സ്, how the process is performed
and the specific requirements for doing it. എങ്ങനെയാണ് ഈ പ്രോസസ് പെർഫോം ചെയ്യുന്നത്, അതിനുവേണ്ടി എന്തെല്ലാം റിക്വയർമെന്റ്സ് ആവശ്യമാണ്, സച്ചസ് പറഞ്ഞാൽ പോളിസികള്, ഏതെല്ലാം പോളിസീസ്, പല പോളിസികൾ അവലംബിക്കുന്നുണ്ടായിരിക്കാം, പല പ്രൊസീജിയേഴ്സ്, ഇതിന്റെ പ്രൊസീജിയർ എന്താണ്, ഏതൊക്കെ റൂൾസ് ആണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത്, എന്തൊക്കെ റെഗുലേഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ നിയമങ്ങളാണ് ഇതിലേക്ക് അവലംബിക്കുന്നത് എന്നെല്ലാമാണ് മെത്തേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മെഷീൻസ്, എനി എക്യുപ്മെന്റ്സ്, ഈ പ്രോസസ്സിന് വേണ്ടി ഏതെല്ലാം എക്യുപ്മെന്റ്സ്, എന്തെല്ലാം എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടോ, മറ്റെന്തെല്ലാം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. മാത്രമല്ല മെറ്റീരിയൽസ്, അതായത് റോ മെറ്റീരിയൽസ്, പെന്ന്, പേപ്പർ അടക്കമുള്ള സ്റ്റേഷനറി പ്രോഡക്റ്റ് അടക്കം ഇതിൽ നമ്മൾ ഇവോൾവ് ചെയ്യുന്നു. ദെൻ മെഷർമെന്റ്സ്, ഡാറ്റ ജനറേറ്റഡ് പ്രോസസ് ആണ്. ഡാറ്റ ജനറേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിൽ എന്തെല്ലാം ക്വാളിറ്റി എങ്ങനെ അളക്കുന്നു, ഏത് ടൂൾ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് എന്നാണ് ഇതിലെ മെഷർമെന്റിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ എൻവയോൺമെന്റ്സ്, എൻവയോൺമെന്റ്സിലെ കണ്ടീഷൻ, ഏതൊക്കെ സാഹചര്യങ്ങൾ, സജസ് ലൊക്കേഷൻ, ഏത് സമയത്ത്, എവിടെ, എപ്പോ, അതുപോലെ ടെമ്പറേച്ചർ ആൻഡ് കൾച്ചർ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇഷിക്കാവ ഡയഗ്രത്തെ കാറ്റഗറൈസ്, ഇതെല്ലാം അവലംബിച്ച് അല്ലെങ്കിൽ ഇതെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് ഒരു കോസ് ആൻഡ് എഫക്ട് ഡയഗ്രാം തയ്യാറാക്കുന്നത്. ദെൻ അടുത്തത് 5S കൺസെപ്റ്റ്. 5S കൺസെപ്റ്റ് നമുക്കറിയാം, ക്വാളിറ്റി മേഖലയിൽ ഏറ്റവും ഇന്ന് നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പറയുന്നതുമായിട്ടുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. 5S is the name of a workplace organization methods that uses a list of 5 Japanese words. ജപ്പാനാണ് ഇന്ന് ക്വാളിറ്റി രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന 5 തരത്തിലുള്ള വർക്ക് പ്ലേസ് ഓർഗനൈസേഷൻ ആണ്. ഒരു വർക്ക് പ്ലേസ് ഈ 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഫേമിൽ കൊണ്ടുവന്നാൽ ആ ഓർഗനൈസേഷൻ ബെസ്റ്റ് ക്വാളിറ്റിയിലേക്ക് ഉയരും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന് 5 വാക്കുകളാണ്, ജപ്പാനീസ് വേർഡുകളാണ്, 5 ജപ്പാനീസ് വേർഡുകളാണ്. 5ഉം തുടങ്ങുന്നത് എസ്സിലാണ്. അതുകൊണ്ടാണ് 5S കൺസെപ്റ്റ് എന്ന് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. 5S കൺസെപ്റ്റ്. നോക്കൂ, 5 ജപ്പാനീസ് വേർഡ്സ് ക്വാളിറ്റിയെ കാണിക്കുന്ന, ഒരു വർക്ക് പ്ലേസിനെ ക്വാളിറ്റിയിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന 5 വേർഡുകൾ നോക്കുക. ഒന്ന് സീറി, SEIRI, സീറി. Then Seitan, SEITON, Seitan. Then SEISO, Seiso. Then SEIKETSU, Seiketsu. And Shitsuke, SHITSUKE, Shitsuke. ഇങ്ങനെ 5 ജപ്പാനീസ് വേർഡുകളാണ് 5S കൺസെപ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ആ സ്ഥാപനം ഏറ്റവും നല്ല ക്വാളിറ്റിയിലേക്ക് ഉയരുമെന്നാണ്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലേക്ക് ഉയരുമെന്നാണ് പറയുന്നത്. നോക്കൂ, ദ ലിസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ടു ഓർഗനൈസ് എ വർക്ക് സ്പേസ്. ഈ ലിസ്റ്റ് പറയുന്നത്, ഈ 5 പേരുകൾ അടങ്ങുന്ന ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗ ടു ഓർഗനൈസ് എ വർക്ക് സ്പേസ്, എങ്ങനെ ഒരു വർക്ക് സ്പേസ് നല്ല എഫിഷ്യൻസി ഉള്ളതാക്കാം അല്ലെങ്കിൽ നല്ല എഫക്റ്റീവ്നെസ്സോട് കൂടി ഉള്ളതാക്കാം. By identifying and storing the items used, maintaining process usually comes from a dialogue about standardization. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഏത് രീതിയിൽ ഒരു ഫേമിലേക്ക് അവലംബിച്ചാൽ ആ സ്ഥാപനം നമുക്ക് സ്റ്റാൻഡേർഡൈസിലേക്ക് ആക്കാം. എങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം നോക്കാം. 5S ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പഠിച്ച ആ 5 വേർഡിന്റെയും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മീനിങ്സ് ആണ്. 1 സോർട്ടിംഗ്, 2 സ്ട്രൈറ്റനിങ്, 3 സിസ്റ്റമാറ്റിക് ക്ലീനിങ്, 4 സ്റ്റാൻഡേർഡൈസിങ്, 5 സസ്റ്റെയിനിങ്. സോർട്ടിംഗ്, സ്ട്രൈറ്റനിങ്, സിസ്റ്റമാറ്റിക് ക്ലീനിങ്, സ്റ്റാൻഡേർഡൈസിങ്, സസ്റ്റെയിനിങ്. അതിലൊന്ന് സോർട്ടിംഗ് അല്ലെങ്കിൽ ജപ്പാനീസ് വേർഡായ സീറി, SEIRI, സീറി, സോർട്ടിംഗ്. അതിലെന്താ പറയണ നോക്കൂ. എലിമിനേറ്റ് ഓൾ അൺനെസസറി ടൂൾസ്, പാർട്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ക്വാളിറ്റിയിലേക്ക്, നമ്മുടെ സ്ഥാപനത്തെ നല്ല ക്വാളിറ്റിയിലേക്ക് നമ്മൾ
ഉയർത്തിക്കൊണ്ടുവരണം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് സോർട്ടിങ്ങിൽ പറയുന്നത്. എലിമിനേറ്റ് ആൾ അൺനെസസറി ടൂൾസ്, പാർട്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ ടൂളുകളും, പാർട്സുകള്, ആവശ്യമില്ലാത്ത ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നെ എലിമിനേറ്റ് ചെയ്യാന്നാണ്, ഒഴിവാക്കി കളയുക എന്നുള്ളതാണ് ആദ്യം തന്നെ സോർട്ടിങ്ങിൽ പറയുന്നത്. സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് സോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, keep only essential items and eliminate what is required, prioritizing things per requirements and keeping them easily accessible places. Keep only essential items. ഒരു വർക്ക് സ്പേസിൽ ആവശ്യമുള്ള ഐറ്റംസ് മാത്രം സൂക്ഷിക്കുക. വാട്ട് ഈസ് റിക്വയർഡ്, എന്താണ് നമുക്ക് അത്യാവശ്യമുള്ളത്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ഇതിൽ ഏതെല്ലാമാണ്, അത് മാത്രം നമ്മൾ സൂക്ഷിക്കുക. അതിന് ഇമ്പോർട്ടൻസ് അനുസരിച്ച് അല്ലെങ്കിൽ പ്രയോറിറ്റി, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്ന രീതിയിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്തതിന് ശേഷം അത് വേണ്ട രീതിയിൽ കീപ്പിംഗ് ദം ഈസിലി ആക്സസിബിൾ പ്ലേസസ്, വളരെ പെട്ടെന്ന് ലഭിക്കത്തക്ക വിധം അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യുക, അതിനൊക്കെ ഓരോ സ്ഥാനം നിർണയിക്കുക. അതാണ് ഫസ്റ്റ് വൺ. കീപ് ഓൺലി എസെൻഷ്യൽ ഐറ്റംസ് ആൻഡ് എലിമിനേറ്റ് വാട്ട് ഈസ് റിക്വയർഡ്. ആവശ്യമില്ലാത്ത വസ്തുവകകളെല്ലാം തന്നെ ഒഴിവാക്കി അത്രയും ആവശ്യമുള്ളത് മാത്രം പ്രയോറിറ്റിക്ക് അനുസരിച്ച് അവിടെ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ലഭ്യമാകുന്ന രീതിയിൽ അതിനെ സൂക്ഷിക്കുക എന്നതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. സോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അനാവശ്യമായിട്ടുള്ള വസ്തുവകകൾ, ടൂൾസ് ആണെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും പാർട്സ് ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുക. Then everything else is stored or discarded. Everything else is stored or discarded. എല്ലാ വസ്തുവകകളും ഒന്നുകിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒഴിവാക്കിയിരിക്കണം. എല്ലാം നമ്മൾ സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയിരിക്കണം. നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഫസ്റ്റ് വൺ സോർട്ടിംഗ്, സീറിയല് അതാണ് ഉദ്ദേശിക്കുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള വസ്തുവകകളെല്ലാം തന്നെ ഒഴിവാക്കുക, ആവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുക, റിക്വയർമെന്റിനനുസരിച്ച് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസിൽ അതിനെ സൂക്ഷിക്കുക. എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ഓർ ഡിസ്കാർഡഡ്. എല്ലാ വസ്തുവകകളും ഒന്നുകിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് ഡിസ്കാർഡ് ചെയ്യണം. എല്ലാം തന്നെ സ്റ്റോക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ദെൻ രണ്ട്, സെയ്ത്തൺ, SEITON, സെയ്ത്തൺ മീൻസ് സ്റ്റെബിലൈസിങ് ഓർ സ്ട്രൈറ്റനിങ്. സ്റ്റെബിലൈസിങ് ഓർ സ്ട്രൈറ്റനിങ്. നമുക്കറിയാം, നമ്മളൊരു ഫാർമസിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഓരോ വിഭാഗത്തിലുള്ള മരുന്നുകളും പ്രത്യേകം ഇൻഡിക്കേഷൻ കൊടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അവർക്ക് വളരെ ഡ്യൂട്ടിയിലുള്ളവർ മാറി വരുന്നവരാണെങ്കിലും ഓരോ മരുന്നുകളും പ്രത്യേകം എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അവിടെ വ്യക്തികൾ മാറി വന്നു കഴിഞ്ഞാലും യാതൊരുവിധ പ്രോബ്ലവും വരുന്നില്ല. There should be a place for everything and everything in its place. അതാണ് ഇമ്പോർട്ടന്റ്. There should be a place. ഓരോ വിഭാഗത്തിന് അല്ലെങ്കിൽ ഓരോ വസ്തുവിനും ഓരോ പ്ലേസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഓരോ ടൂളിനും ഓരോ പ്ലേസ് ഉണ്ടായിരിക്കണം. ആ പ്ലേസിൽ മാത്രമേ അത് ഉണ്ടാകാവൂ. There should be a place for everything and everything in its place. അതിന്റെ പ്ലേസിൽ തന്നെ ഉണ്ടാകാവൂ. അതല്ലാതെ അത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പാടില്ല. അത് അതിൻ്റെതായിട്ടുള്ള പ്ലേസിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. വളരെ അധികം കാര്യങ്ങൾ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ there should be a place for everything and everything in its place. എല്ലാത്തിനും ഓരോ പ്ലേസ് ഉണ്ടായിരിക്കണം. ആ പ്ലേസിൽ മാത്രമേ അത് ഉണ്ടാകാവൂ. The place of each thing should be clearly indicated. ഓരോ ടൂളും വെച്ചിരിക്കുന്ന സ്പേസ് നമ്മൾ വളരെ വ്യക്തമായി ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം. വളരെ വലിയ അക്ഷരത്തിൽ എഴുതി അവിടെ ഒട്ടിച്ചിരിക്കണം, ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കണം, ഏതെങ്കിലും രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് സ്റ്റെബിലൈസിങ്. സെയ്ത്തൺ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. There should be a place for everything and everything in its place. ഓരോ വസ്തുവിനും അതിൻ്റെതായിട്ടുള്ള പ്ലേസ് ഉണ്ടായിരിക്കണം. ആ പ്ലേസിൽ ആ വസ്തു മാത്രമേ ഉണ്ടായിരിക്കാവൂ. The place of each thing should be clearly indicated. എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഓരോ വസ്തുവും സൂക്ഷിക്കുന്നിടത്ത് ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിന്റെ പേര് അവിടെ എഴുതി ഒട്ടിച്ചിരിക്കണം. ഓക്കെ. Then sweeping or shining. Then seiso എന്ന ജാപ്പാനീസ് വേർഡാണ്. seiso, 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 sweeping or shining.
ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്, അല്ലാതെ ഒക്കേഷണലി അല്ല. നമ്മൾ നമ്മുടെ ഓഫീസുകളിലും വീടുകളിലും എന്നും നടന്ന പോലെ ചെയ്യുന്ന ഒരു വസ്തുതയാണ് ക്ലീനിങ്. ക്ലീൻ ദ വർക്ക് പ്ലേസ് ആൻഡ് ഓൾ എക്യുപ്മെന്റ് ആൻഡ് കെപ്റ്റ് ഇറ്റ് ക്ലീൻ, ടൈഡി ആൻഡ് ഓർഗനൈസ്ഡ്. എല്ലാ ദിവസവും വർക്ക് സ്പേസ് ക്ലീൻ ആക്കി സ്വീപ്പ് ചെയ്തിരിക്കണം, വാഷ് ചെയ്തിരിക്കണം. ഓൾ എക്യുപ്മെന്റ്സ് കെപ്റ്റ് ക്ലീൻ, എല്ലാ വസ്തുവകകളും ക്ലീനായി തുടച്ച് വൃത്തിയാക്കേണ്ടത്, അങ്ങനെ കഴുകി വൃത്തിയാക്കേണ്ടത് അങ്ങനെയാണ്. എല്ലാം ടൈഡി ആൻഡ് ഓർഗനൈസ്, വളരെ വൃത്തിയോട് കൂടിയിട്ട് വളരെ ഭംഗിയിൽ അത് അറേഞ്ച് ചെയ്തിരിക്കണം. സ്വീപ്പിംഗ് ഓർ ഷൈനിങ്, സീസോ. Then at the end of each shift, clean the workplace and be sure everything restored to its place. At the end of the shift, ഇപ്പോൾ ഓരോ ഷിഫ്റ്റ്, നമുക്ക് പല സ്ഥാപനങ്ങളിലും ഷിഫ്റ്റ് വർക്കുകളാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, അത് കഴിഞ്ഞ് രാത്രി വേറെ ഷിഫ്റ്റ്, അങ്ങനെ മാറുന്ന ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഷിഫ്റ്റ്, ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും ക്ലീൻ ദ വർക്ക് പ്ലേസ് ക്ലീൻ ചെയ്തിരിക്കണം. ആൻഡ് ബി ഷുവർ എവറിത്തിങ് റീസ്റ്റോർഡ് ടു ഇറ്റ്സ് പ്ലേസ്. മാത്രമല്ല, അവിടം വിട്ടു പോകുന്നതിന് മുൻപ് ഓരോ വസ്തുക്കളും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെന്റ്സും അത് ഇരിക്കേണ്ടിടത്ത് തന്നെ ഇരിക്കുന്നില്ലേ, എവിടെയും മാറിപ്പോയിട്ടില്ലല്ലോ, എല്ലാതും യഥാസ്ഥാനത്ത് തന്നെ അല്ലേന്ന് ഒന്നും കൂടി പരിശോധിച്ചതിന് വേണം ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അവിടെ ജോലി ചെയ്യുന്നവര് പോവാൻ. ദിസ് മേക്ക് ദ easy to know what goes where and ensures that everything is where it belongs, spills, leaks and other need attention. അപ്പൊ ഇത് വളരെയധികം ഉപകാരപ്പെടും നമുക്ക്. This makes it easy to know what goes where, അത് എവിടെ പോയി, അല്ലെങ്കിൽ ഒരു വസ്തുത അവിടെ ഇല്ല, ആ വസ്തു വെക്കുന്നിടത്ത് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റ് വെക്കുന്നിടത്ത് കാണുന്നില്ല, അപ്പൊ അത് എവിടെ, അപ്പൊ അത് സ്ഥാനചലനം വന്നിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് അവിടെ വെക്കുന്നതിനും ഒരുപാട് കാര്യങ്ങൾ, വേർ ഇറ്റ് ബിലോങ്സ്, അത് എവിടെയാണ് വെക്കേണ്ടതെന്നും സൂക്ഷിക്കേണ്ടതെന്നും എത്ര എണ്ണം ബാക്കിയുണ്ടെന്നും എല്ലാം നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാവുന്നതാണ്. ലീക്ക് ഉണ്ടോ, അതിന്റെ അതർ നീഡ് അറ്റൻഷൻ, മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നതിനായിട്ട് ഇത് വളരെ സുഖമാണ്. A key point is that maintaining cleanliness should be part of the daily work, not in occasional activity. ഇത് നമുക്ക് എന്നും ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഡെയിലി ക്ലീനിങ്ങിന്റെ ഭാഗമാണ്. A key point is that maintaining cleanliness should be part of the daily work, not occasional. Occasional അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചെയ്യുന്ന ഒരു വർക്കല്ല, ഡെയിലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള വർക്കാണ് ഇത്. Then സെയ്ക്കെറ്റ്സു, SEIKETSU, സെയ്ക്കെറ്റ്സു എന്ന ജാപ്പാനീസ് വേർഡിന്റെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡൈസിംഗ് എന്നാണ്. സ്റ്റാൻഡേർഡൈസിംഗ്. വർക്ക് പ്രാക്ടീസസ് ഷുഡ് ബി കോൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്. എല്ലാ ഓപ്പറേഷൻസും കോൺസിസ്റ്റന്റ് ആയിരിക്കണം, ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം, ഒരു പ്രത്യേക രീതിയിലായിരിക്കണം. ഒരു പ്രത്യേക രീതിയിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വർക്കേഴ്സും അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ആൻഡ് സ്റ്റാൻഡേർഡൈസ്, അത് ഒരു സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ഓൾ ദ വർക്ക് സ്റ്റേഷൻസ് ഫോർ എ പർട്ടിക്കുലർ ജോബ് ഷുഡ് ബി ഐഡന്റിക്കൽ. ഓരോ വർക്ക് സ്റ്റേഷനുകളും, ഇപ്പോ നമുക്കൊരു ഹോസ്പിറ്റൽ എടുത്താൽ പ്രത്യേകമായിട്ട് വേഗം മനസ്സിലാക്കാൻ പറ്റും. ഓരോ പ്രത്യേക ഡിപ്പാർട്ട്മെന്റുകളെ പേരെഴുതി അവര് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനും. ഡോക്ടേഴ്സ് ഇരിക്കുന്നിടം, ലാബ്, അതുപോലെ തന്നെ ഫാർമസി, എല്ലാം ബോർഡ് എഴുതി അവർ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഓൾ ദ വർക്ക് സ്റ്റേഷൻസ് ഫോർ എ പർട്ടിക്കുലർ ജോബ് ഷുഡ് ബി ഐഡന്റിക്കൽ. എല്ലാം പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിരിക്കണം. വർക്ക് പ്രാക്ടീസസ് ഷുഡ് ബി കൺസിസ്റ്റൻസ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്. ഓരോ ദിവസത്തിലും നടക്കുന്ന അവിടുത്തെ വർക്കുകൾ വളരെ കൺസിസ്റ്റൻസിയോട് കൂടി ആയിരിക്കണം. അതൊരു സ്ഥാപനത്തെ സ്റ്റാൻഡേർഡൈസ് ആക്കുന്നതിന് സഹായിക്കുന്നു. Then all employees doing the same job should be able to work any station with the same tool that are in the same location is in every station. For all employees doing the same job, ഒരേ ജോലി ചെയ്യുന്ന ആളുകൾ, ഒരേ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് should able to work any station. ഏത് സ്റ്റേഷൻ മാറി കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് പരസ്പരം മാറിക്കൊടുത്തു കഴിഞ്ഞു ഒരേ വർക്ക് ചെയ്യുന്നവർക്ക് ഏതൊരു സ്റ്റേഷനിലും ആ വർക്ക് ചെയ്യാനുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അത് സെയിം ടൂൾ ദാറ്റ് ആർ ഇൻ ദ സെയിം ലൊക്കേഷൻ ഇൻ എവരി സ്റ്റേഷൻ. ഏത് സ്റ്റേഷനിലും അതേ ആ നിലപാടോട് കൂടി തന്നെ ആ വർക്ക് ചെയ്യുവാനുള്ള കഴിവും പ്രാപ്തിയും ഓരോ എംപ്ലോയിക്കും ഉണ്ടായിരിക്കണം. Everyone should know exactly what his or her responsibilities. ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയും നിർബന്ധമായും അറിഞ്ഞിരിക്കണം എന്താണ് തന്റെ റെസ്പോൺസിബിലിറ്റീസ്, തന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ ബോധവാനായിരിക്കണം. Then standardizing കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്ക് പ്രാക്ടീസസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ്.
All the workstations for a particular job should be identical. ഓരോ വർക്ക് സ്റ്റേഷനുകളും പ്രത്യേകം ഐഡന്റിഫൈ ചെയ്തിരിക്കണം. വർക്ക് പ്രാക്ടീസ് ഷുഡ് ബി കൺസിസ്റ്റന്റ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്. ഓരോ വർക്ക് പ്രാക്ടീസസും കൺസിസ്റ്റൻസി, സ്ഥിരത ഉണ്ടായിരിക്കണം. ഇന്നൊരു മെത്തേഡ് നാളെ ഒരു മെത്തേഡ് അങ്ങനെയല്ല, എന്നും ഒരേ രീതിയിൽ അല്ലെങ്കിൽ ഒരേ മെത്തേഡ് അവലംബിക്കണം. All employees doing the same job should be able to work any station. പല സ്റ്റേഷനുകളിൽ മാറി മാറി ജോലി കൊടുത്തു കഴിഞ്ഞാലും അവർ ചെയ്യുന്ന ജോലി എപ്പോഴും വളരെ അതേ രീതിയിൽ ചെയ്യുന്നതിനായിട്ട് അവർ ഏബിൾ ആയിരിക്കണം. Everyone should know exactly what his or her responsibilities. ഓരോ എംപ്ലോയിയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ പരമാവധി മനസ്സിലാക്കിയിട്ടായിരിക്കണം ജോബ് ചെയ്യേണ്ടത്. Then Shitsuk. Shitsuk. Sustaining the practice. അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് sustaining the practice. Maintain and review standards. ഇപ്പൊ ഇതിനു മുൻപ് പറഞ്ഞ പല ജപ്പാനീസ് വേർഡുകളടക്കമുള്ള ഫൈവ് ക്വാളിറ്റി കൺസെപ്റ്റിൽ നമ്മൾ ഉപയോഗിച്ച മറ്റു പലതിനു മുമ്പ് പറഞ്ഞ എല്ലാതും മെയിൻറ്റെയിൻ ചെയ്തു പോന്നാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടതാണ് ഷിറ്റ്സൂക്ക്, അതായത് സസ്റ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ ആൻഡ് റിവ്യൂ സ്റ്റാൻഡേർഡ്സ്. ആ സ്റ്റാൻഡേർഡ് നിലനിന്ന് പോകുന്നുണ്ടോ, ആ ക്വാളിറ്റി നമ്മൾ ഇതുവരെ ചെയ്തു പോന്ന കാര്യങ്ങൾ വെച്ച് ആ ക്വാളിറ്റി നിലനിന്ന് പോകുന്നുണ്ടോ, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം, പുതിയ രീതികൾ അവലംബിക്കേണ്ടതുണ്ടോ എന്നെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് മെയിൻറ്റെയിൻ ആൻഡ് റിവ്യൂ സ്റ്റാൻഡേർഡ് സസ്റ്റെയിനിങ് ദ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then maintain focus on this new way and do not allow a gradual decline back to the old ways. അപ്പോ എപ്പോഴും ഏതൊരു പുതിയ മെത്തേഡ് കൊണ്ടുവന്നാൽ, ഏതൊരു പുതിയ മെത്തേഡ് അവലംബിച്ചാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാം, കൂടുതൽ ഇംപ്രൂവ് ആവാം. ഒരിക്കലും ഒരു ഗ്രാജുവൽ ഡിക്ലൈൻ പിന്നിലേക്ക് ഒരു പഴയ പോലെ ആവാനുള്ള മാർഗം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, ആ ഒരു വഴി ഉണ്ടാവാൻ പാടില്ല. മുന്നോട്ട് ഇംപ്രൂവ്മെന്റ്സ് ഡിക്ലൈൻ ഉണ്ടാവരുത്. ഒരിക്കലും പഴയ ഇതിലേക്ക് വരാതെ മുന്നോട്ട് തന്നെ പോകുന്നതിന് എന്ത് മാർഗം നമുക്ക് അവലംബിക്കാം എന്നതാണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. Then while thinking about new way, also be thinking about yet better ways. അപ്പം about new way, പുതിയ വഴികൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം. Also be thinking yet better ways. പല ബെറ്റർ ഇതിൽ ഇപ്പോഴുള്ളതിനേക്കാളും ബെറ്റർ ആയ അടുത്ത വഴി എന്തെങ്കിലും ഉണ്ടോ, മറ്റേതെങ്കിലും വിധത്തിൽ നമുക്ക് പുതിയതായി എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ, പുതിയ മെത്തേഡുകൾ എന്തെങ്കിലും സ്വീകരിക്കാൻ പറ്റുമോ, എംപ്ലോയീസിന് പുതിയ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമോ, പുതിയ മെഷീനറീസ് നമുക്ക് അവലംബിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു സ്ഥാപനം, ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ഏതൊരു സ്ഥാപനവും ഇങ്ങനെ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഈ അടുത്ത ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ചിന്തയിലായിരിക്കണം. While thinking about new way, also be thinking about yet better ways. കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിനെ കുറിച്ചായിരിക്കണം എപ്പോഴും ചിന്ത. Then when an issue arises, such as suggested improvement, a new way of working, a new tool or new output requirement, and make changes as appropriate, it should be made as a habit and be continuously improved. When an issue arises, എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സജസ്റ്റ് ചെയ്യണം. നമുക്കറിയാം ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാവാം. അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കതിനെ സജസ്റ്റ് ചെയ്യണം, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടുവെക്കണം. ഇംപ്രൂവ്മെന്റ്സ്, എ ന്യൂ വേ ഓഫ് വർക്കിംഗ്, പുതിയ രീതിയിലുള്ള വർക്കിംഗ്, പല ഇപ്പോഴുള്ളതിനേക്കാളും പുതിയ രീതിയിൽ എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെ ന്യൂ ടൂൾ, ഒരു പുതിയ ടൂൾ ഉപയോഗിക്കാൻ പറ്റുമോ. മെഷീൻ നമുക്കറിയാം, ആദ്യമൊക്കെ മാനുവലായി ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് മെഷീൻസ് ഉപയോഗിച്ച് ചെയ്യുന്നു. അതൊക്കെ അതിന്റെ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. ന്യൂ ഔട്ട്പുട്ട് റിക്വയർമെന്റ്, എങ്ങനെ പുതിയ ഔട്ട്പുട്ട് റിക്വയർമെന്റ്സ് തയ്യാറാക്കാം. ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് അപ്രോപ്രിയേറ്റ്, വേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെ ഇതിനെ ചേഞ്ചസ് വരുത്താം, നിലവിലുള്ളതിനെ എങ്ങനെ ചേഞ്ചസ് വരുത്തി പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാം, പുതിയ മാർഗങ്ങൾ എന്തെല്ലാം അവലംബിക്കാം. ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ആസ് എ ഹാബിറ്റ്, ഇതൊരു സ്ഥാപനത്തിന്റെ ഒരു ഹാബിറ്റ് ആയിരിക്കണം. ഇംപ്രൂവ്മെന്റ് തുടർച്ചയായിട്ടും എങ്ങനെ ഗ്രാജുവലി ഇംപ്രൂവ് ഇതിനേക്കാളും കൂടുതൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇതിനേക്കാളും കൂടുതൽ നല്ല മെത്തേഡ് എങ്ങനെ അവലംബിക്കാം എന്നുള്ളതായിരിക്കണം ഏതൊരു സ്ഥാപനത്തിന്റെയും മാനേജ്മെന്റിന്റെ ചിന്ത എപ്പോഴും. ഓക്കെ, അടുത്തത് നമുക്ക് ക്വാളിറ്റി സ്ട്രാറ്റജീസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമുക്ക് ക്വാളിറ്റി കൺസെപ്റ്റ് ആണ് ഇന്ന്. ഇത് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ വിളിക്കുക, ചോദിക്കുക. ഓക്കെ, താങ്ക് യു.
കറണ്ട് വന്നോ? ആയിക്കോട്ടെ. ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ അങ്ങനെ വരാം. ഞാൻ പോന്നിട്ടില്ല. എന്തെങ്കിലും വിളിച്ചായിട്ട് കൊണ്ട് കേട്ടോ. ആ ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നു. എന്തൊക്കെ കേട്ടോ, എന്റെ ഫോണിലേക്ക് ഞാൻ വിളിക്കുന്നെന്ന് കിട്ടുന്നുണ്ട്. ശരിയാണ്. ശരി. മാഷേ, അല്ല മൗസ് എടുക്കുന്നില്ല, ഊരി കുത്തിയിട്ട് എടുക്കുന്നില്ല. മൗസ് റെഡി. ആ റെഡി. അപ്പൊ അത്